ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. വീഡിയോയിൽ വരാനുള്ള കാരണം എനിക്കുണ്ടായൊരു ദുരനുഭവം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ചേലേമ്പ്രയിലാണ് താമസിക്കുന്നത്. ഈ ചേലേമ്പ്രയിൽ നിന്നും കുടുംബവുമൊത്ത് എൻ്റെ മകളെ വീട്ടിലോട്ട്, മകളെ വീട് കുന്നമംഗലത്താണ്, അവിടേക്ക് പോകുന്ന വഴിക്ക് രാമനാട്ടുകര ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ സർവീസ് റോഡിൽ പെട്രോൾ പമ്പ് എത്തുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് ഞാൻ വാഹനം എൻ്റെ മകനോട് നിർത്താൻ പറഞ്ഞു. നിർത്തി ഞാനും എൻ്റെ മകനും പുറകിലോട്ട് നടന്ന് ആ ഭാഗത്ത് എത്തി നോക്കുമ്പോൾ അവിടെ ഒരു ബൈക്കിൽ നിന്ന് ഒരാൾ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. സ്വാഭാവികമായിട്ട് അന്വേഷിക്കുന്നത് പോലെ ഞാനും അന്വേഷിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞു തല കറങ്ങി വീണതാണ്. ഒരു സ്പെൻഡറായിരുന്നു. അത് ഞങ്ങൾ എടുത്ത് സൈഡിൽ ഒതുക്കി വെച്ചു. ഒരു 5-8 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാറും ഒരു 5-8 പേരും ഉണ്ടായിരുന്നുള്ളൂ. ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ ആളുണ്ടായിരുന്നത്. അവരെ ഇന്ന് ഏൽപ്പിച്ചതല്ല. അപ്പൊ അവിടെ ഇരിക്കാനൊക്കെ ആവശ്യപ്പെട്ടു. അവന് ചെറിയ രീതിയിൽ ടെൻഷനും പേടിയും വേദനയും ഒക്കെ ഉണ്ട്. അവന്റെ ഒരു കൈ പൊട്ടിയതായിട്ട് തോന്നി. എല്ലാവരും കൂടി നോക്കിയപ്പോൾ കൈ പൊട്ടിയതായിട്ട് എല്ലാവരും അഭിപ്രായപ്പെട്ടു. അവനോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യുക, ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്, ഇയാളുടെ വീട് എവിടെയാണ്? ചെറിയൊരു പയ്യനാണ്, ഒരു 10-20 വയസ്സുണ്ടാവില്ല, 18-19 വയസ്സുണ്ടാവുന്ന ഒരു പയ്യനാണ്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ താഴെ വീണിട്ടുണ്ട്. ബൈക്കിന്റെ സൈഡിലെ ബ്രേക്ക് പെഡലാണെന്ന് തോന്നുന്നുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അതെല്ലാം അവിടെ മാറ്റി വെച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ വീട് പന്തിരങ്കാവാണ്. അപ്പോൾ കൂടി നിന്ന് അവർ പന്തിരങ്കാവ് അടുത്ത് അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, പേര് അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട്. എൻ്റെ മകനോട് ചോദിച്ചു അവിടെ ഏതാണ് ഹോസ്പിറ്റൽ. അവൻ പറഞ്ഞു അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, എൻ്റെ പേര് അറിയില്ല. അപ്പൊ ഞാൻ കൂടി നിന്നവരോട് അവനോടും പറഞ്ഞു ഞാൻ പന്തിരങ്കാവ് വഴി കുന്നമംഗലത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഹോസ്പിറ്റലിൽ ഇറക്കിത്തരാം, എൻ്റെ വാഹനത്തിൽ കയറ്റി ഞാൻ അവിടെ ഇറക്കി കൊടുത്തോളാം. അപ്പൊ കൂടെ നിന്ന ഒരാൾ അവന്റെ ഫോണിൽ നിന്ന് ഒരു നമ്പർ വാങ്ങി, നമ്പർ അവന് എടുത്തു കൊടുത്തതിന് ശേഷം അവർ കോൾ ചെയ്തു. ഏതോ കൂട്ടുകാരനാണെന്ന് തോന്നുന്നുണ്ട്. അവരെ വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. അതായത് കുന്നമംഗലത്ത് പന്തിരങ്കാവ് ആസ്ട്രോ ഹോസ്പിറ്റലാണ്, അതാണെന്ന് അതിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു കാറിൽ കയറ്റി അവിടെ വരുന്നുണ്ട്, ബൈക്കിന്റെ മുകളിൽ വീണതാണ് എന്നെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തു. പെട്ടെന്ന് തന്നെ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു അവരോട് പെട്ടെന്ന് വരാൻ പറയണം, എനിക്ക് ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാഹനത്തിൽ കയറ്റി അവരെല്ലാവരും അവിടെ കൂടി ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറ്റിയിരുത്തി ഞാൻ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും വാഹനം ഓടിച്ചത് എൻ്റെ മകൻ തന്നെയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ അയാൾ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരനോട് ഞങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പിന്നെ ഞങ്ങളെടുത്തൊന്നും സംഭവിച്ചല്ല, ഞങ്ങളൊന്ന് സഹായിച്ചതാണ്, അവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടാതിന്റെ പേരിൽ അങ്ങനെ കൊണ്ടുവന്നതാണ്, ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഞങ്ങൾ പോയിക്കോട്ടെ എന്നെല്ലാം ചോദിച്ചു. അവരോട് നല്ല രീതിയിൽ അവനോടും